ഗൈസ് ഇത് ലാസ്റ്റ് ട്രിപ്പ് ഉണ്ടാവും. ദിസ് ട്രിപ്പ് വാസ് ബാറിലാണ് എത്തിയേക്കണം. അതെനിക്ക് തേവരയിൽ നിന്ന് കിട്ടിയതാണ്. ചെറിയൊരു ട്രിപ്പാണ്, 100 റുപ്പീസിൻ്റെ. അപ്പോൾ സാറ് പറഞ്ഞ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. പുള്ളി ട്രാവൽസൊക്കെ ഉള്ള ഒരു പുള്ളിയാട്ടോ, പാക്കേജും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പോയിട്ടുണ്ട്. പുള്ളി മലപ്പുറത്തുള്ളതാണ്ട. മലപ്പുറത്ത് നിന്ന് ഇവിടെ 19 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ്ടോ പറഞ്ഞത്. ഗൈസ് കസ്റ്റമർ അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. നമുക്ക് തേവരയിൽ നിന്നാണ് കസ്റ്റമറെ എടുത്തേട്ടാ. ഞാൻ കസ്റ്റമറെ എടുത്തിട്ട് നമ്മുടെ സൗത്തിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പുള്ളി വന്നേട്ടാ. അങ്ങനെ വന്ന് അവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് പോസ്റ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ഈ ബുക്ക് ചെയ്തേക്കുന്ന ഇവിടം വരെ ഉള്ളൂ, എനിക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. പോണതിന് മുമ്പ് എനിക്ക് സെയിലോൺ ഇവിടെ കയറിയിട്ട് ഒരു ബിരിയാണി മേടിക്കണമെന്ന് പറഞ്ഞു, മട്ടൻ ബിരിയാണി മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആംബുലൻസിൻ്റെ അവസ്ഥയാണ് കാണാം, സിഗ്നൽ കിടക്കണേ. എങ്ങനെ കാണിച്ചു തരും, തിരിക്കാൻ പറ്റില്ല ക്യാമറ മൗണ്ട്. സിഗ്നലിൽ സ്റ്റക്കാണ്, ഒരാളും മാറ്റി കൊടുക്കില്ല. ഫൈൻ അടിക്കുമെന്ന് മേടിച്ചിട്ടാ. എന്തൊരവസ്ഥയാണ് ആംബുലൻസിൻ്റെ ഒക്കെ. മാനസികാവസ്ഥ വെച്ചിട്ടാണ് എന്റെ നാൻ ഒരു ബിരിയാണി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ എനിക്കൊന്നും വേണ്ട സാറേ. എനിക്ക് പോകുന്ന വഴിയിലേ CI വിളിച്ചിട്ടുണ്ട്, ജസ്റ്റ് അവിടെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കഴിച്ചിക്കോ, കുഴപ്പമില്ല. ഞാൻ കണ്ടുപിടിച്ചാലും അവർക്ക് അറിയാം. ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി തന്നെ വന്നത്. ഇല്ല എനിക്ക് ഫുഡ് വേണ്ട, ചിക്കൻ എന്തേ വേണം? എനിക്കൊന്നും വേണ്ട സാറേ. സാർ മേടിച്ചോ, സാർ ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അയ്യ പുള്ളിയാണ് പുള്ളി. അപ്പം മനസ്സിലായിട്ടുണ്ടാവല്ലേ ഏകദേശം. ഞാൻ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ബ്ലറാക്കുന്നുണ്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ. അപ്പം കഥ പറഞ്ഞു വന്ന സെയിലോൺ ബേക്കറിയിൽ ഫുഡ് അടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാ പുള്ളി. പോകുന്ന വഴിക്ക് സ്റ്റേഷനിലും കൂടി നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് ഉണ്ടായില്ലെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ട്രിപ്പാണ് ഇതെൻ്റെ. ഇതെങ്ങനെ അവസാനിക്കും എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോട്ടെ. ഹാപ്പി. ഇനി സാറിനോട് ഞാൻ ചോദിക്കാം, ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സാറ് വരാൻ ചാൻസ് ഇല്ല ബേസിൽ, കാരണം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്ലറാക്കോട്ടെ. നിങ്ങൾ എന്തായാലും കണ്ടോ, നൈസ് കസ്റ്റമറാ, അടിപൊളി കസ്റ്റമറാ, നല്ല കമ്പനിയാണ് പുള്ളി. ഞാൻ ഫുൾ ബ്ലറാണ്, ബ്ലർഡ് ആക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കഥകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോലീസ് സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. പുള്ളി വീഡിയോ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞാലും നമ്മളാ പരിപാടിക്ക് നിൽക്കരുത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം ബ്ലർഡായിരിക്കും. പോയേക്കാം, ഓക്കെ. ഇന്ന് ഫ്രീ ആണ്, ഞാൻ ഇന്ന് ഫ്രീ ആണ്. ഭയങ്കര ഹാപ്പി ആണല്ലോ സാറ്? ഞാൻ ഹാപ്പി അല്ല സത്യത്തില്, സങ്കടത്തിലാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ? അങ്ങനൊന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞല്ല മദ്യപിക്കൂല, പിന്നെ എന്ത് പറ്റി? ഇല്ല, ഞാൻ മദ്യപിക്കില്ല. ഇന്നലെ ഒരുപാട് നിങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാര് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മദ്യപിച്ചാലോ? സത്യം പറ്റ ഹാങ് ഓവർ മാറാൻ വേണ്ടിട്ടേ രാവിലെ ഒരു ഫുഡ് വെച്ചില്ലേ. ഓക്കെ, അതാ സംഭവം. നമുക്ക് ഈ വഴി കൂടി കട്ട് ചെയ്ത് തരാല്ലേ? എങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് യൂട്ടേൺ അടിക്കും. ഞാൻ ശരിക്കും വീട്ടിലോട്ട് പോണായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. ആ ടൈമിലാണ് ഞാൻ ചോദിച്ചത്. അല്ല ഇല്ല, സാറ് വിളിച്ചത് എനിക്ക്, ഞാൻ അങ്ങനെ കഴിക്കാറില്ല സാറ്. ഞാനിപ്പോ പാക്കേജ് എടുത്ത് പോയാലും ശരിക്കും മലപ്പുറക്കാരന്റെ പ്രത്യേകത എനിക്കറിയാം. ഫുഡ് നന്നായിട്ട് ഏത് കൂട്ടുകാരനാണെങ്കിലും അവിടെ ജാതി മത വ്യത്യാസത്തില്ല. അതെ, അടിപൊളി. ഇവിടെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ഏതൊരു ഡോക്ടറെ അടുത്ത് പോവാണെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി എന്നെ. കാരണം അറിയോ, എല്ലാ ഡോക്ടർമാരും കോൺഫറൻസ് നടത്തിക്കുന്നത് ഞാനാണ്. എനിക്കറിയാം മലപ്പുറംകാരുടെ സ്നേഹം എനിക്കറിയാം. നിങ്ങൾ ഈ മട്ടാഞ്ചേരി, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഞാൻ കൊച്ചിക്കാരനാ. കൊച്ചിക്കാരനാണെങ്കിൽ നിങ്ങൾ മട്ടാഞ്ചേരി പോയിട്ട് ചോദിച്ചു നോക്കേണ്ടി. ഞങ്ങൾ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വരെ ഞാൻ സെക്യൂരിറ്റി മട്ടാഞ്ചേരിയിലെ ബിരിയാണി പോകാരനായിരുന്നു. വലിയ അവരുടെ പ്രശ്നം വന്ന സമയത്തൊക്കെ നമ്മളൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ജാതി മതമൊന്നും ഇല്ല കേട്ടോ, അതറിയാലോ. ഞാൻ 2 വട്ടം നിങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചാണ് ഫുഡ് കഴിക്കണം എന്ന്. കാരണം ഇവിടെ റേറ്റ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. 450 രൂപയാണ് ഞാനിപ്പോ ഈ ബിരിയാണിക്ക് കൊടുത്തത്. അതങ്ങനെയാണ് അവരുടെ റേറ്റ്. നിങ്ങൾ ചിക്കൻ ബിരിയാണി 250 ആവുള്ളൂ.
എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് ചോദിച്ചാൽ കാരണം എപ്പോഴും പുറത്തുനിന്നാ ഫുഡ് അടിക്കണം. ഇപ്പത്തെ ഞാൻ യൂബർ എടുക്കാതില്ല വന്ന്. ഇത് ഊബർ എടുക്കാതെ വന്ന സാർ നോക്കിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് അവിടെ വരെ 100 rupees ആണല്ലോ മേടിച്ചത്. അപ്പൊ നോക്കിയിട്ട് സാർ ചെയ്താൽ മതി. ഫുഡ് വാങ്ങി തരാത്തതിൽ അല്ല അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി ഹോസ്പിറ്റലില് ഇതിന്റെ മെയിൻ കാര്യം എന്റെ ഫ്രണ്ടാ ലക്ഷ്മി ഹോസ്പിറ്റൽ. ഓക്കെ, കുറച്ചങ്ങോട്ട് പോയാൽ ദിവാങ്കോട്ട് ഒരു ഹോട്ടൽ കാണും. അതൊക്കെ ഞാൻ കൊടുക്കുന്ന ബുക്കിംഗ് ആണ്. കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ബുക്കിംഗ്. ശരി ശരി. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടേ കുറച്ച് സടാൻ ഏതെങ്കിലും വണ്ടി എടുക്കും, അല്ലെങ്കിൽ ഇനോവ അങ്ങനെ എന്തെങ്കിലും എടുക്കും. ഞാൻ പറഞ്ഞോണ്ടിരിക്കണ്ട, ഉണ്ടെങ്കിൽ എടുക്കുക. ഗുണം വരുത്തും നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാനേ ഒരു ഡ്രൈവർമാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറില്ല കേട്ടോ, സത്യമായിട്ട് പറയുന്നത്. അതെന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയോണ്ട് പറയുന്നു. എന്റെ വണ്ടി കയറുന്ന ആൾക്കാർ എന്നോട് നല്ല അറ്റാച്ച്മെന്റ് ആയിരിക്കും. അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യം പറയാം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം കേട്ടോ. ഈ വണ്ടിയിൽ ഒരു പ്രത്യേകത ഉണ്ട്, അതാണ്. അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതല്ലേ, കുടുംബങ്ങള് സേഫ് ആക്കണം. അതെ അതെ, 3 വീട് നിൽക്ക് സ്വന്തമായിട്ട്. അടിപൊളി. എല്ലാം കാണിച്ചറിയാം. ഇവിടെ ഇപ്പൊ ഒറ്റക്കാണോ സാറ്? ഇപ്പൊ ഞാൻ ഒറ്റക്കാണ്. മാർച്ചില് വൈഫ് എല്ലാം വരും. ഇവിടെ തന്നെ നിർത്താനല്ലേ? നമ്മുടെ ആദ്യം കയറിയ സ്ഥലത്ത് തന്നെയാണോ? ഒരെണ്ണം അടിക്കല്ലേ? ഇനി കഴിക്കണം അല്ലെങ്കിൽ ഓർമ്മയിൽ വിട്ട് ഒന്നാ വേണ്ട, നമുക്ക് പോവാ. ഓർമ്മയിൽ വിട്ട് ഞാൻ കഴിക്കുന്ന 199 രൂപ കഴിക്കണം. ഒരെണ്ണം ഒരു ബുദ്ധിമുട്ടായില്ലേ? എനിക്ക് ബുദ്ധിമുട്ടില്ല, നമ്മളെ കസ്റ്റമറിനൊപ്പം. പക്ഷെ കസ്റ്റമറിനെ മദ്യം കുടിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതല്ലോ, ഒരിക്കലും ഒരാളുടെ അടുത്തും ചെയ്യരുത്. കാരണം ഞാനും കുറെ നശിച്ചിട്ടുള്ള ഒരുത്തനാണ്. നല്ല ആൾക്കാരോട് നോക്കണം. അതെ, പക്ഷെ വെറും കൂതറിട്ടാണെങ്കിൽ പോയിക്കോട്ടെ, എവിടെയും. ഞാൻ നല്ല കൂതറായിരുന്നു വെള്ളം അടിച്ചു കഴിയുമ്പോ. അതുകൊണ്ട് ഞാൻ ആ പരിപാടികളെല്ലാം നിർത്തി, ശാന്തി സമാധാനം. അതെ, ഒരുപാട് ഫാത്തിമ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കെൽബാണ് ഫാത്തിമ പൊന്നാണിത് വെച്ചിട്ട് എല്ലാ ആൽബം, മാപ്പിളപ്പാട്ട് ആൽബം മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാനാ ഒന്ന് നോക്കിയാ മതി. പേരെന്താ? ഒന്നും പറയില്ല. മാപ്പിളപ്പാട്ട് ആൽബം മൊത്തം ഞങ്ങളുടെ നാട്ടുകാരുടെ അടുത്ത് എടുത്ത മുഴുവൻ കാശ് കൊടുത്ത ഞാനാ. ഒരെണ്ണത്തിൽ കൂടുതൽ അടിക്കരുത്. ഫോണ് വരെ അവിടെ വെച്ചിട്ടുണ്ട്. ഇല്ല, ഫോൺ എടുത്തോ. ഇതാണ് അവസ്ഥ. പുള്ളി നല്ല അടിപൊളി ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മദ്യം കുടിക്കാൻ ഒരാളെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മലപ്പുറത്ത് നിന്നാണ്, പേരോ ഊരോ മലപ്പുറത്ത് നിന്നാണ്, അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പക്ഷേ ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവർ നേരിടുന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളും കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പരിപാടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കണേട്ടാ. ഈ പുള്ളി തന്നെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാനല്ല എന്ന് ഞാൻ പറയിപ്പിക്കും. അങ്ങനെ കണ്ട പുള്ളി പറഞ്ഞു ഓക്കെ എനിക്ക് സീനൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. പക്ഷേ നമ്മ അത് ചെയ്യണ ശരിയല്ല. രണ്ടെണ്ണം അടിച്ചിട്ട് ഒരാൾ ഇൻ കേസ് നാട്ടിൽ പോകുമ്പോഴായാലും ഒരു വിഷയം വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കില്ല. ഓക്കെ, സോ എന്തായാലും സാർ വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എൻ്റെ ഗോപ്രോയുടെ ചാർജ് തീരാറായിട്ടിരിക്കണേ. ഇത് എന്താവോന്ന് എനിക്കറിയില്ല, വള്ളി ആവോന്നറിയില്ല, നോക്കാം നമുക്ക്. ഓ, പുള്ളി സ്മോക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കണേടാ. ഗോപ്രോയുടെ ബാറ്ററി ഞാൻ ചേഞ്ച് ചെയ്ത്. ഇനിയിപ്പോൾ വള്ളി ആടേന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി നൈസാണ് കേട്ടോ, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ 2 കൂടെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ സാധനം ജഗതി പറഞ്ഞ ടീഷർട്ടൊക്കെ കൂടിയിട്ട് പട്ടയപ്പം അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. പോവാ. ഇനിയിപ്പോ നമ്മ എല്ലാത്തിനും സോറി. ഇന്ന് തിരിച്ച് ബിരിയാണി എടുത്തായിരുന്നു. നല്ല മനുഷ്യൻ. എനിക്ക് സീനൊന്നും വേണം.
ഇങ്ങനെയാണ് ഒരു കസ്റ്റമറോട് അറ്റൻഡ് ചെയ്യേണ്ടത്. അതെ, അതുകൊണ്ടുള്ള ആ സ്നേഹം. ഞാനൊന്നും ഇങ്ങനെ യൂബർ വിളിച്ചത് ഫുഡ് വേണമെന്നൊന്നും ചോദിക്കാറില്ല. ഞാൻ ഇന്നും യൂബർ വിളിച്ചിട്ടാ വരിക. കസ്റ്റമറെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. നാളെ എന്നെ മറന്നു. ഞാനില്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറണേ. അവിടെ പോസ്റ്റ് ഉണ്ടാവും. കുറച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ്. വോയിസ് അയച്ചോട്ടെ. ഞാൻ നോക്കണ്ട, ഞാൻ കുറച്ചായിട്ട് വിളിച്ചു പറഞ്ഞു. വിളിക്കുന്ന അയാൾക്ക് അറിയില്ല. അതെ, ഇപ്പൊ ഈ രണ്ടെണ്ണം അടിച്ചിട്ട് അങ്ങോട്ട് കയറണ ശരിയല്ല. പോലീസ് സ്റ്റേഷനിൽ കയറണ നമുക്ക് പോകപ്പില്ല. എന്താ എന്റെ ഒരു വണ്ടി അവിടെ കിടക്കണ്ട്, പോകുമ്പോ കാണാം നമുക്ക്. അതെ, അതാണ് അല്ല, അതിനു വേണ്ടിയാണ് പുള്ളി വിളിച്ചോണ്ടിരിക്കണത്. ഞാൻ വിചാരിച്ചു പരിചയക്കാരായിരിക്കും. നല്ല കമ്പനിയാണ്. ഈ ആൽബത്തിന്റെ പരിപാടിയൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന? മുമ്പ് കൽബാണ്, ഫാത്തിമ, അങ്ങനെയുള്ള ഒരുപാട് ആൽബം. പാട്ട് പാടും കീബോർഡ് വായിക്കും. നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടിയത് ഇവിടെ ഉണ്ടാവും. മറ്റേ മാപ്പിളപ്പാട്ട് നല്ല അടിപൊളിയായിട്ട് മലപ്പുറത്തുള്ള ആൾക്കാർ പാടും. നമ്മളൊക്കെ അത് തന്നെയായിരുന്നു. പാട്ടങ്ങോട്ട് പാടാൻ കല്യാണം കഴിച്ച അന്ന് മുതലേ അവിടെ സൂക്ഷിച്ചു വെക്കുന്നതാണ് പാടിയ പാട്ട്. മാപ്പിളപ്പാട്ടൊക്കെ നൈസാണ്. പണ്ടൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഷാഫി കൊല്ലം, മനസ്സിലായ അവരുടെ മറ്റേ പാട്ടൊക്കെ ഉണ്ട്. ഏത് നമ്മുടെ ഈ സോങ് ഉണ്ടല്ല, കൊടിയത്തൂര്. സൂര്യ കാലം നെഞ്ചിനുള്ളിൽ നീയാണ് ആ പാടിയ ആള് നമ്മളെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അവന്റെ നല്ലൊരു കൂട്ടുകാരൻ കള്ളു കുടിച്ചോണ്ട് ആക്സിഡന്റിൽ മരിച്ചുകൊണ്ട് ഒത്തിരി താഴ്ന്നു പോയി. എന്തൊക്കെ നല്ല പാട്ടുകളാണ് ആ സമയത്ത്. ഫാത്തിമാലെ എന്തൊക്കെ നൈസ് പാട്ടായിരുന്നു ആ കാലത്ത്. വാ, ഒരു ദിവസം വാ, നാട്ടിലേക്ക് വാ. ഇവിടെ എന്റെ എല്ലാ ഫ്രണ്ട്സും നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ 2 മാസം അവിടെ വിട്ട് മലപ്പുറത്ത് പോവും. ഓർത്താ മതി എന്തെങ്കിലും ഇങ്ങനെ അനവരാധിനെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കമ്പനി അടിക്കുന്ന കസ്റ്റമറെയാണ് ഭയങ്കര ഇഷ്ടം. ഈ പറഞ്ഞ പോലെ മിണ്ടാതെ പടി പിടിക്കുന്ന പോലെ ഇരിക്കുന്ന കസ്റ്റമറൊക്കെ കയറും ചില സമയത്ത്. ഇന്ന് ഞാൻ ഫ്രീ ആണ്, ഇന്ന് എന്റെ മൈൻഡ് ഫ്രീയാ. വിസ്കി അവിടെ ഇരിക്കണ്ട, ഇനിയും പൊളിയായിരിക്കും. നമുക്ക് ഇവിടെ കയറണ്ടല്ലോ അല്ലേ? അല്ല, ഇനി എവിടെ കയറണം? പോലീസ് സ്റ്റേഷനിൽ. അല്ല, അത് വേണം ചോദിച്ചോ. കേറണോ? ഒരു സെക്കൻഡ് കേട്ടോ. അത് ഞാൻ ഇത് ഒരു മിനിറ്റ് ഇവിടെ ഒരു സൈഡാക്കി ഞാൻ കാണിച്ചു തരാം. വണ്ടികളാണ് അല്ല, ഒരു മിനിറ്റ് കാണിച്ച ഒരു സംഭവം കാണിച്ചു തരാം. CIക്ക് വരെ സ്റ്റാർ കൊടുക്കുന്നിടത്തേ ഞാനാണ് ഒപ്പം നിൽക്കുന്നത്. അതില് കേക്ക് കൊടുക്കുന്നത് ഞാനാ. അത് കാണിച്ചു തരാം. സെക്കൻഡ് അത് കാണിക്കാൻ വേണ്ടി നമുക്ക് അവിടെ നിന്ന് കണ്ടാ പോലെ. സിഗരറ്റ് വേണേ? പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ബോറാക്കിന്ന് തോന്നല്ലേ? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത്രയും ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞാണ്. ഈ കോട്ടേഴ്സിലൊക്കെ ഇനിയിപ്പോ പോയിട്ട് ഇനി അടിക്കാതിരിക്കണേ നല്ലത്. ഇനി അടിക്കൊന്നുമില്ല. ഇനി ഈ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങും. അത് മതി. എനിക്ക് ഇവിടെ സിഗരറ്റ് വേണം. സിഗരറ്റ് ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എനിക്കറിയാം, എന്നെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വണ്ടിയെ കൊണ്ടെടുത്തു. ഈ തേവര ഓടിച്ചിട്ട് കേട്ടില്ല. പിന്നെ നാട്ടിലേക്ക് എപ്പോഴാ? ഞാൻ നാട്ടിലേക്ക് ഇനി എന്താ പറയാ, ഈ മാസം ഒരു 19-ാം തീയതി 20-ാം തീയതി ആകുമ്പോഴേക്കും പോകും. നാടില്ല, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് കേരളമാണ് നാടല്ലേ. എന്റെ നാട് കേരളം, അത്രേ ഉള്ളു. ഏത് നാടെയും വെല്ലുവിളിക്കാൻ പറയാം. എന്റെ നാട് ഇന്ത്യയാണ്. വിഷമം നിങ്ങള് ഭക്ഷണം കഴിച്ചില്ല. അല്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിക്കും. വീട്ടിൽ ചെന്നാ വല്ലതും കിട്ടുമോ? വീട്ടിലുണ്ടാവും. നന്നായി.
അത് കുഴപ്പമില്ല, വീട്ടിൽ എന്തൊക്കെ വന്നാലും. വൈഫുണ്ടാ? ആ വൈഫ് അമ്മയും ഒക്കെ ഉണ്ടല്ലോ. പുറത്തുനിന്ന് കഴിച്ച് ഇനിയിപ്പോ അങ്ങോട്ട് പോകണ ഏത്? ഇനിയിപ്പോ ഞാൻ സാറിനാക്കിയിട്ട് ആ വഴി തന്നെ നേരെ പോകും. പള്ളുരുത്തിയിലെ വീട്. അപ്പൊ എനിക്കൊരു ഓട്ടം നിങ്ങളെ കൊണ്ട് പോകണം എന്ന് വിചാരിച്ചാൽ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടോളൂ, 9526166608. ഇവിടെ ആയിരുന്നേ സാറ്? അപ്പുറത്തായിരുന്നു അല്ലേ? ഞാന് പാലങ്ങയാണ്. ശരി, കോളേജിനടുത്താണ്. ഓക്കെ. 470 രൂപയാണ് ഒരു ബിരിയാണിക്ക്. നിങ്ങൾ ഡയറക്ടർ വിളിച്ചാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. 170 വണ്ടികളോളം നമ്മുടെ ക്ലബിലുണ്ട്. അതല്ല ചോദിച്ചത്. എന്റെ വണ്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. സാറ് ജസ്റ്റ് ഒന്ന് തലേദിവസം വിളിച്ചിട്ട് ഇന്നത് സമയം എത്താൻ പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. പോകുന്ന വഴിയിലേ എന്റെ വണ്ടി കിടക്കുന്ന കൂടെ ഒന്നും കണ്ടോ? ഇന്നോവ കിടക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. നമുക്ക് ഡ്രൈവറായിട്ടും പോവാട്ടോ, ഒരു സീനുമില്ല, വിളിച്ചാൽ മതി. അതൊന്നും വേണ്ട, എനിക്ക് വേണം വണ്ടി. കഴിഞ്ഞോ? സ്ഥലം കഴിഞ്ഞു പോയ സാറേ? ഇല്ലില്ല, ഒരിക്കലായില്ല. ഉറപ്പാണോ? എന്നെ പിക്ക് ചെയ്ത സ്ഥലം എനിക്കറിയാം. ഉറപ്പല്ലേ? ഞാൻ ഇന്നലെ പെരുന്നാളായിരുന്നു ഇവിടെ. കുറച്ച് കഴിഞ്ഞ് ഫുഡ് മാർക്കറ്റിന്റെ ഓക്കെ. ഇവിടെ കള്ളുപിടിച്ച് ഇറങ്ങാൻ എനിക്ക് പറ്റില്ല, ദയവായിട്ട്. എവിടെ, എങ്ങോട്ടേക്കാണോ പോണ്ടത്? എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിർത്തിയാ മതി. ആ ബസ്സിന്റെ ബാക്കില് ബസ് അങ്ങ് പോയിക്കോട്ടെ. ശരി ശരി. എത്രയാണോ പൈസ? അത് തന്നാ നോക്കിട്ട്. ഇതന്നെ എന്റെ ഫ്ലാറ്റ്. ഇത് തന്നെയാണോ? ശരി. ഇല്ല, നിങ്ങളെ റേറ്റ് നിങ്ങൾ പറഞ്ഞു. ഇല്ല, അത് കുഴപ്പമില്ല, സാറ് നോക്കിട്ട് തന്നാ മതി. എന്താണെങ്കിലും നമ്മൾ മേടിക്കും, അത്രേ ഉള്ളൂ. ഞാനത് കേൾക്കില്ല. ഇല്ല, സാറ് തന്നാ മതി. സാറ് തന്നാ മതി, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് എനിക്ക് സാറിന് അറിയാവുന്ന രീതിയിലുള്ള റേറ്റ് എനിക്ക് തന്നാ മതി. ഞാൻ നോക്കിയില്ല. ട്രാവൽസ് നടത്തുന്ന ആൾക്കറിയില്ല റേറ്റ്. ട്രാവൽസ് നടത്തണല്ലോ, അപ്പൊ എന്താന്ന് വെച്ചാൽ തന്നാ മതി. വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിട്ടേനെ, അല്ലെങ്കിൽ ഞാൻ വേറെ കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ഓക്കെയാണ്. സാറിന് എനിക്ക് എന്ത് തരുന്നു അതെനിക്ക് ഓക്കെയാണ്. ഞാൻ ഇനി വേറെ കൊണ്ടുവച്ചു പോകും. അടിപൊളി. ഇനി വേണ്ടെന്ന്, വീട്ടില് റൂമിൽ ഇരിക്കണുണ്ടല്ലോ. ഇത് മതിയാവോ? ഇല്ലേ, ഇത് മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് കുറവാണെങ്കിൽ ഇല്ല, അത് മതി. ഞാൻ പറഞ്ഞു, സാർ എന്ത് തരുന്നു അത് മേടിക്കും, അത്ര. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്താണ് നിങ്ങൾ പറഞ്ഞത്? എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം. ഫുഡ് ഞാൻ കഴിച്ചോളാം, വീട്ടിൽ പോയി കഴിച്ചോളാം. ഒരു കൈ കൊടുത്തിട്ട് പോകാൻ പാടെ. നമ്പർ കാണുന്നത് ആ നമ്പറിൽ നിങ്ങളെ ഇതിൽ വന്നില്ലേ? സാറിന്റെ നമ്പർ എന്ന് പറഞ്ഞേ 8100. ഓക്കെ അല്ലേ? ഞാനൊരു മിസ് കോൾ അടിച്ചിട്ടുണ്ട്. നാളെ രാവിലെ അടിച്ചിട്ട് ആരാണ് നീ എന്ന് ചോദിക്കാതിരിക്കുന്നത്. കോൾ വന്നില്ലേ? വന്ന്. ഓക്കെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിലായിട്ട് വരുന്നത് വരെ, അടുത്തൊരു ത്രില്ലിങ് കസ്റ്റമറായിട്ട് വരുന്നത് വരെ ബൈ ബൈ. പിന്നെ ഞാൻ ഫുൾ ബ്ലർഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മളായിട്ട് ഒരാൾക്ക് ഒരു സീൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ആള് എന്നോട് പെരുമാറിയതും നല്ല രീതിയിലാണ്. 100 റുപ്പീസാണ് അങ്ങോട്ട് പോയപ്പോൾ ആയതെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ 3 സ്ഥലത്ത് കയറി ജസ്റ്റ് ഒരു അരമണിക്കൂർ പോസ്റ്റ് ചെയ്തതിന് 100 റുപ്പീസും കൂടി കൂടുതൽ പുള്ളി തന്നു, 200 റുപ്പീസ്. ഞാനത് മേടിച്ചോളൂ. എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ 1 hour 300 റുപ്പീസ് വെച്ചിട്ടാണ് റെന്റിൽ എല്ലാവരും മേടിക്കുന്നത്, അങ്ങനെ പറയാം. ഞാനതും പറഞ്ഞില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ തന്നാൽ മതി എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ 50 രൂപ വന്നാലും 50 രൂപയും കൊണ്ട് പോകണ ഒരുത്തരാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഉണ്ടായി. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഞാൻ ഇറക്കിയേക്കണേ. ബൈ ബൈ. ഇനിയും കാണാൻ കിടക്കുന്നുള്ളൂ പൂരം.